ഹായ് എവരി വൺ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ലെമ 6.3 ആണ്. സോ നോക്കാം. ലെമ 6.3 ലെറ്റ് എം ആൻഡ് എൻ ബി ഡിസ്ജോയിൻറ്റ് മാച്ചിങ്സ് ഓഫ് ജി. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് മാച്ചിങ്സ് ആണ് എമ്മും എന്നും. വിത്ത് ഓർഡർ ഓഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർഡർ ഓഫ് എം. എമ്മിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്നിൻ്റെ ഓർഡറിനേക്കാളും കൂടുതലാണ്. അഥവാ എമ്മിലുള്ള എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്നിലുള്ള എഡ്ജസിൻ്റെ എണ്ണത്തേക്കാളും കൂടുതലാണ്. ദെൻ ദർ ആർ ഡിസ്ജോയിൻറ്റ് മാച്ചിങ്സ് എം ഡാഷ് ആൻഡ് എൻ ഡാഷ് ഓഫ് ജി സച്ച് ദാറ്റ് ഓർഡർ ഓഫ് എം ഡാഷ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എം മൈനസ് 1 ആൻഡ് ഓർഡർ ഓഫ് എൻ ഡാഷ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എൻ പ്ലസ് 1 ആൻഡ് എം ഡാഷ് യൂണിയൻ എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എം യൂണിയൻ എൻ. സോ നമുക്ക് ഈ തിയറത്തിൽ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. എമ്മും എന്നും ഒരു ഗ്രാഫിൻ്റെ എന്താണ്, രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള മാച്ചിങ്സ് ആണ്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് എം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എന്നിനേക്കാളും കൂടുതലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് ഡിസ്ജോയിൻ്റ് മാച്ചിങ്സ് ആയിട്ടുള്ള എം ഡാഷിനെയും എൻ ഡാഷിനെയും കണ്ടുപിടിക്കാം. സച്ച് ദാറ്റ് ഓർഡർ ഓഫ് എം ഡാഷ് എന്ന് പറയുന്നത് എമ്മിൽ എത്ര എഡ്ജസ് ഉണ്ടായിരുന്നോ അതിനേക്കാളും ഒരെണ്ണം കുറവായിരിക്കും. അതേപോലെ ഓർഡർ ഓഫ് എൻ ഡാഷ് എന്ന് പറയുന്നത് എന്നിൽ എത്ര എഡ്ജസ് ഉണ്ടായിരുന്നോ അതിനേക്കാളും ഒരെണ്ണം കൂടുതലുമായിരിക്കും. മാത്രമല്ല എം ഡാഷിലുള്ള എഡ്ജസും എൻ ഡാഷിലുള്ള എഡ്ജസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എമ്മിലുള്ള എഡ്ജസും എന്നിലുള്ള എഡ്ജസും കൂടി കൂട്ടിയാൽ കിട്ടുന്ന അതേ ഗ്രാഫ് തന്നെയായിരിക്കും. സോ എം ഡാഷ് യൂണിയൻ എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എം യൂണിയൻ എൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഈ ലെമയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. സോ പ്രൂഫിൽ ഫസ്റ്റ് നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണ്. എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാഫിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എം യൂണിയൻ എം എന്ന് പറയുന്ന മാച്ചിങ്ങിലെ എഡ്ജസും എൻ എന്ന് പറയുന്ന മാച്ചിങ്ങിലെ എഡ്ജസും കൂടിയിട്ടുള്ള ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എച്ച് എന്ന് വിളിച്ചിട്ടുള്ളത്. സോ എച്ച് ഇസ് ഈക്വൽ ടു ദ ഗ്രാഫ് ജനറേറ്റഡ് ബൈ എം യൂണിയൻ എൻ. ഓക്കെ, ഇനി 5.1 എന്ന് പറയുന്ന തിയറത്തിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രൂഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു എച്ചിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എച്ചിന് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. എന്താണ്? എച്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഈവൻ സൈക്കിളായിരിക്കും. ആ ഈവൻ സൈക്കിളിൻ്റെ ഓരോരോ എഡ്ജസും ഒരെണ്ണം എമ്മിലുള്ളതാണെങ്കിൽ തൊട്ടടുത്തത് എന്നിലുള്ളത് എന്നുള്ള രീതിയിൽ ആൾട്ടർനേറ്റിംഗ് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഈവൻ സൈക്കിൾ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് പാത്ത് വിത്ത് എഡ്ജസ് ആൾട്ടർനേറ്റീവ്ലി ഇൻ എം ആൻഡ് എൻ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്തായിരിക്കും. ആ പാത്തിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഒന്ന് എമ്മിലാണെങ്കിൽ ഒന്ന് എന്നിൽ, അങ്ങനെയുള്ള ഒരു ഗ്രാഫായിരിക്കും എച്ച്. സോ എച്ചിന് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ അതൊരു ഈവൻ സൈക്കിളായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എച്ച് എന്ന് വിചാരിക്കുക. സോ 1 2 3 4 5 6. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഈവൻ സൈക്കിളായിരിക്കാം. അപ്പോൾ ഇതൊരു ഈവൻ സൈക്കിളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജ് എമ്മിലാണെങ്കിൽ തൊട്ടടുത്തുള്ള എഡ്ജ് എന്ന് പറയുന്നത് എന്നിലായിരിക്കും, അതിൻ്റെ അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് എമ്മിലായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ എച്ചിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കുക. ഇനി ഈവൻ സൈക്കിൾ അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ പാത്ത്, അതൊരു പാത്തായിരിക്കും. ആ പാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ്. എന്താണ്? എം ഒരു എഡ്ജ് എമ്മിലുള്ളതാണെങ്കിൽ തൊട്ടടുത്തുള്ള എഡ്ജ് എന്നിലുള്ളതായിരിക്കും. അങ്ങനെ ആൾട്ടർനേറ്റിംഗ് രീതിയിലായിരിക്കും ആരുണ്ടാവുക, നമ്മുടെ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ടാവുക. സോ എച്ചിനുള്ള പോസിബിലിറ്റീസ് രണ്ടെണ്ണമാണ്. ഒന്നുകിൽ അതൊരു ഈവൻ സൈക്കിളായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അതൊരു പാത്തായിരിക്കാം വിത്ത് ആൾട്ടർനേറ്റിംഗ് എഡ്ജസ് ഇൻ എം ആൻഡ് എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ചിൻ്റെ പോസിബിലിറ്റീസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എച്ചിനകത്തുള്ള ഒരു പാത്തിനെ കൺസിഡർ ചെയ്യുവാണ്. പി എന്ന് പറയുന്ന ഒരു പാത്തിനെ എടുക്കുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്ന പാത്ത് എന്ന് പറയുന്നത് V0, V1, V2, V3 എക്സെട്രാ 2n+1 എന്നുള്ള ഒരു പാത്തായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഒന്നുകിൽ എന്തായിരിക്കും? ഈവൻ സൈക്കിളായിരിക്കും. ഈവൻ സൈക്കിൾ ആവുന്ന കേസല്ല നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഈവൻ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തൊരു പാത്ത് കൺസിഡർ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഒരു പാത്ത് ഉണ്ടല്ലോ, ആ പാത്തിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള എച്ചിനകത്തുനിന്ന് നമ്മളൊരു പാത്തിനെ എടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ ഈ പി എന്ന് പറയുന്ന ഒരു പാത്തിനെ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? V0, V1, V2 എക്സെട്രാ V3 എക്സെട്രാ V2n+1. ഓക്കെ, ഇങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഓരോ എഡ്ജസ് E1, E2, E3 എക്സെട്രാ ഇവിടെ E2n+1 ഉണ്ടായിരിക്കും. ഓക്കെ,
ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഓർഡർ ഓഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർഡർ ഓഫ് എൻ എന്നുള്ളത് നമ്മുടെ തിയറത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഓർഡർ ഓഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർഡർ ഓഫ് എൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റുമെന്നറിയോ? ഇതിൻ്റെ ഒരു എഡ്ജ് എമ്മിലാണെങ്കിൽ തൊട്ടടുത്തുള്ള എഡ്ജ് എന്നിലായിട്ട് അങ്ങനെ പോകുന്ന ഒരു പാത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ആ പാത്താണ് നമ്മൾ ഈ പി എന്ന് പറയുന്ന ഈ ഒരു പാത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പാത്തിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് എം ഡാഷിനെയും എൻ ഡാഷിനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്കിപ്പോൾ 3 എഡ്ജസ് മാത്രമുള്ള അല്ലെങ്കിൽ 3 വെർട്ടിസസ് മാത്രമുള്ള ഒരു എന്തെടുക്കാം, 4 വെർട്ടിസസ് മാത്രമുള്ള ഒരു ഗ്രാഫ് എടുക്കാം. V1, V2, V3, V4. ഓക്കെ, നമ്മളിങ്ങനെ എടുത്തു. സോ ദിസ് ഈസ് E1, E2, E3. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എമ്മിലാണ് എടുക്കുന്നത്. സോ ദിസ് എഡ്ജ് ഈസ് ഇൻ എം, ദെൻ ദിസ് എഡ്ജ് വിൽ ബി ഇൻ എൻ ആൻഡ് ദിസ് എഡ്ജ് വിൽ ബി ഇൻ എം. സോ എമ്മിൽ ഇത് എമ്മിൽ ഇത് എന്നിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എം ഡാഷിനെ കൺസിഡർ ചെയ്യുവാണ്. എം ഡാഷിന് നമ്മൾ എടുക്കുന്നത് എമ്മിലുള്ള എഡ്ജസിനെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, എമ്മിലില്ലാത്ത എഡ്ജസിനെ ആഡ് ചെയ്യുന്നു. സോ എമ്മിലുള്ള ആളിപ്പോൾ ഇതിലെന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? ഇയാളും ആയിരുന്നു എമ്മിലുണ്ടായിരുന്ന ആൾക്കാർ. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, എം ഡാഷ് എന്ന് പറയുന്നതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമ്മിലുള്ള ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ട് എമ്മിലില്ലാത്ത ഇയാളെ ആഡ് ചെയ്യുന്നു. സോ എം ഡാഷിൽ ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? E2 മാത്രമേ ഉള്ളൂ. എൻ ഡാഷിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ ഡാഷിനെ കൺസിഡർ ചെയ്യുന്നത് ഇത് മാത്രമായിരുന്നു എന്നിലുണ്ടായിരുന്നത്. ആ എന്നിലുള്ള ആൾ ഒഴിവാക്കിയിട്ട് നമ്മൾ മറ്റുള്ള 2 ആൾക്കാരേനെ ഇതിലേക്ക് കൂട്ടുന്നു. ആരൊക്കെ? E1നെയും E2നെയും നമ്മൾ കൂട്ടുന്നു. അപ്പോൾ ആരായി? ഇവർ 2 പേരെയും കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ ഡാഷ് എന്ന് പറയുന്നത് E1ഉം E3യും ആയിട്ട് മാറി. ഓക്കെ, നമുക്കറിയാം ഓർഡർ ഓഫ് എം എന്ന് പറയുന്നത് എമ്മിനകത്ത് ആദ്യം എത്ര പേരുണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ എം ഡാഷിനകത്ത് ആകെ ഒരാളേ ഉള്ളൂ. അതുപോലെ തന്നെ എന്നിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്നിൽ ഓർഡർ ഓഫ് എൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 ആയിരുന്നു. ഇപ്പോൾ ഓർഡർ ഓഫ് എൻ ഡാഷ് എന്ന് പറയുന്നത് എൻ ഡാഷിനകത്ത് 2 പേരുണ്ട് അല്ലേ? ഇവർ 2 പേരും എന്ത് തന്നെയാണ്? ഡിസ്ജോയിൻ്റ് തന്നെയാണ്. ഇനി ഇവരുടെ 2 പേരുടെയും യൂണിയൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ മൊത്തം ഗ്രാഫ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഈ ലെമ്മയിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.